വചനമേ ഉണരു നീ, ജീവനായി ഉണരു നീ, വചനമേ ഉണരു നീ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ത്രിയേക ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ത്രിയേക ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഈശോ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. പിതാവായ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഈശോ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഓരോ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. എല്ലാവരേക്കാൾ വലിയവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ. കരങ്ങളെ യാതനാ രൂപത്തിൽ പിടിച്ച് ഉച്ചത്തിൽ ഭാഷാവരത്തെ സ്തുതിച്ച്, ഭാഷാവരെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് 24 മണിക്കൂറും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഭാഷാവരമുള്ളവന് ദൈവിക വെളിപ്പെടുത്തലുകൾ പരിശുദ്ധാത്മാവ് കൊടുക്കും. എൻ്റെ ഉള്ളിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും. നല്ല സന്തോഷം, നല്ല സമാധാനം, നല്ല സ്വസ്ഥത പരിശുദ്ധാത്മാവ് എനിക്ക് നൽകും. ഈ ഒരു കൃപ നമുക്ക് നൽകാൻ പോകണം. നമ്മുടെ ചിന്തയിൽ യുക്തിയിടരുത്. സ്വരമുയർത്തി അങ്ങ് സ്തുതിച്ചോളുക. ആത്മാവെ എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ കത്തി പടരണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ ശക്തി എനിക്ക് നൽകണമേ. കരങ്ങളെന്ന് യാതനാ രൂപത്തിൽ പിടിച്ച് സ്വരമുയർത്തി എന്നവർക്ക് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്കിരിക്കാം, ഇരിക്കാം. സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ആത്മസംയമനം എടുക്കി നല്ലൊരു കൈയടി കൊടുത്തേ. സ്നേഹം പറഞ്ഞു, മൈക്ക് അടുപ്പിച്ചു വിടി. ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, സൗമ്യത. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം ഞാൻ തിരുക്കുടുംബത്തെ കൊടുക്കാൻ പോവാ ഇവർക്ക് സമ്മാനമായിട്ട് കേട്ടോ. എന്നാ ഒരു കൈയടി കൊടുത്ത്. ഇത് ഞങ്ങൾ കണ്ടോ ഇവിടെ എവിടെയെങ്കിലും? എവിടെ കണ്ടു? ഇത് ഇനിയും കമ്പ്യൂട്ടറിലിട്ട് എല്ലാവരും ചെയ്ത് വലുതായിട്ട് എടുക്കാം. അപ്പോൾ ഈ 2 കുട്ടികൾക്ക് കേട്ടോ ഒരു കരമടി കൊടുക്കുക. അങ്ങോട്ടൊന്ന് കാണിച്ച് ഉയർത്തിപ്പിടി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം. നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, പറഞ്ഞു. ഭക്തി, ദൈവഭയം. ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം. പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉറന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാട് നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തെങ്കിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. യെശയ്യാ 41:10. പറ. കുഞ്ഞുമക്കളെ, നിങ്ങൾ പിതാവിനെ അറിയുവിൻ. പിതാക്കന്മാരെ, നിങ്ങൾ ആദ്യം മുതലുള്ളവനെ അറിയുവിൻ. യുവാക്കന്മാരെ, നിങ്ങൾ ശക്തന്മാരാണ്. അതുകൊണ്ട് ദൈവത്തെ നിങ്ങൾ അറിയുന്നു.
വായിച്ചയാൾ കുറച്ചെങ്കിലും പറഞ്ഞു. വചനഭാഗം ഓർക്കുന്നുണ്ടോ? വചനഭാഗം പോരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതായത് സുവിശേഷ ഭാഗം ഏതായിരുന്നു? സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം എത്രയാ? യോഹന്നാന്റെ സുവിശേഷം എത്ര ഭാഗം? എത്രയായോ? അന്ന് നമ്മൾ ശ്രദ്ധിച്ചോളുക. ലേഖന ഭാഗം പറയുകയാണ്. അത് നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 14 തുടങ്ങി 17 വരെയുള്ള തിരുവചനം. 1 യോഹന്നാൻ 2-ാം അധ്യായം 14 തുടങ്ങി 17 വരെയുള്ള തിരുവചനമാണ്. ആ വചനം നമുക്കൊന്ന് ഉച്ചത്തിൽ വായിക്കാം. കുഞ്ഞുങ്ങളെ ഒന്ന് ഏറ്റുചൊല്ലുക. കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എല്ലാവരും വലതുവരെ ഒന്ന് ഉയർത്തിക്കേ. എന്നൊരു സ്വരം ഉയർത്തി പറയണം, ഉച്ചത്തിൽ പറയണം. കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്താ എഴുതിയത്? പിതാവിനെ നിങ്ങൾ അറിയുന്നു. പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ ശക്തന്മാരാണ്. എന്ന് പറഞ്ഞ്, യുവാക്കന്മാരെ നിങ്ങൾ ശക്തന്മാരാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം നമുക്കെല്ലാവർക്കും ചേർന്നൊരു വചനമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാത് ദിവസത്തെ വിശുദ്ധ കുർബാനയുടെ വചനം വായിക്കുമ്പോൾ ആ റീഡിങ് നിങ്ങൾ ശ്രദ്ധിക്കണം. ലേഖന ഭാഗവും അതുപോലെ തന്നെ സുവിശേഷ ഭാഗവും ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുക. ആ ദിവസം മുഴുവൻ അത് ഓർമ്മിച്ച് നടക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് കിട്ടും. വചനത്തോട് നമുക്ക് താല്പര്യം ലഭിക്കും. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പല വിഷയങ്ങൾ കണ്ടു, പഠിച്ചു. നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? നിങ്ങളൊന്ന് നിവർന്നിരിക്കുക. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ എത്ര ദൈവമുണ്ട്? ഒരു ദൈവം. എത്ര ആളുകൾ? 3 ആളുകൾ. എത്രാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്? 3-ാമത്തെ ആള്. ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടോ? എന്ന് കിട്ടി? എപ്പോൾ കിട്ടി? എവിടെ വെച്ച് കിട്ടി? ആര് തന്നു? മാമോദിസായിൽ കിട്ടി. ആര് തന്നു? വൈദികൻ തന്നു. അന്ന് നമുക്ക് വല്ല ഓർമ്മയുണ്ടോ? ഇല്ല. ആരാണ് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നമ്മളെ പരിശുദ്ധാത്മാവ് നിറച്ചത്? തലതൊട്ടപ്പനും ജീവിച്ചിരിപ്പുണ്ടോ? അവർ നമ്മുടെ ആത്മീയ മേഖലയിൽ നമ്മളെ വളർത്തുന്നവരാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇനി തലതൊട്ടപ്പനും ജീവിച്ചിരിക്കുന്നവരെന്ന് കരം ഉയർത്തിക്ക്. അവർ ഹല്ലേലൂയ പറഞ്ഞേ നല്ല ശക്തിയോടെ. അന്ന് നമ്മൾ കൊച്ചുങ്ങളായിരുന്നു, നമുക്ക് അറിവില്ല. നമുക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറഞ്ഞവരാണ് ആര്? എൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. അതുകൊണ്ട് അവരെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഇന്ന് അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അത് ജ്വലിക്കുന്നോ, ആളി കത്തുന്നോ, ജ്വാലയാണോ? ഇപ്പോഴതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ജ്വലിക്കുവാണോ? ഈ സമയത്ത് ആരും വർത്തമാനത്തിന് പോരുത്. ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പോഴെൻ്റെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് ജ്വലിക്കുകയാണോ, ആളി കത്തുകയാണോ, അതോ ജ്വാലയാണോ? അങ്ങനെ എന്ത് ചെയ്യുന്നു? ആളി കത്തുന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആളി കത്താൻ കാരണം എന്താ ആളി കത്താൻ കാരണം? ഇവിടെ ധ്യാനത്തിന് വന്നപ്പോൾ ജ്വാലയായിരുന്നോ, അത് മിന്നി കത്തിയോ, ആളി കത്തിയോ? മിന്നി കത്തി. ഇപ്പോൾ ആളി കത്താൻ കാരണം നമ്മളതുപോലെ കുമ്പസാരിച്ചു, പിന്നെ വചനം കേട്ടു, കൗൺസിലിംഗ് കഴിഞ്ഞു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, ആരാധനയിൽ പങ്കെടുത്തു, പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിൽ കിടന്ന പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു?
നിങ്ങൾ നല്ല കുട്ടികളാണല്ലോ. അപ്പം നിങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തുന്ന സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, യേശു ആരാധന, യേശു നന്ദി. അപ്പം നമ്മൾ വന്നപ്പോൾ പാപത്തിന്, പണ്ടത്തെ അമ്മച്ചിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പോഴത്തെ അമ്മച്ചിമാർ, നിങ്ങളുടെയൊക്കെ അമ്മച്ചിമാർ എല്ലാം ഗ്യാസ് അടുപ്പിലാണ്. ഈ വിറക് കത്തിക്കുന്ന അടുപ്പ് വീട്ടിലുണ്ടോ? വിറക് വെച്ച് കഴിഞ്ഞാൽ കലത്തിൽ വെള്ളവും വെച്ചിട്ട് അമ്മച്ചിമാർ അവിടെ അടുത്ത് നിൽക്കുമോ? നിൽക്കുമോ? അവരെന്ത് ചെയ്യും? അവർ പോയി കുറേ ജോലിയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരും അല്ലേ? തിരിച്ചു വരുമ്പോൾ വിറക് കത്തി എന്ത് ചെയ്യും? കത്തി അതങ്ങ് തീരും. അതിന് വിറകിന് അടുക്കളയിലിട്ട് വന്നിട്ട് അമ്മച്ചിമാർ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താ? അടുപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഊതും. ഹൂ എന്ന് പറഞ്ഞ് ഊതും. ഊതുമ്പോൾ എന്നാ സംഭവിക്കും? ചാരം മാറും. ഈ ചാരം മാറുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കനൽ. അതെന്തിൻ്റെ കനലാ? തീക്കനൽ. ഈ തീക്കനൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അടുപ്പേ കിടക്കുന്നത് വെന്തോന്ന് നോക്കും അല്ലേ? വെന്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കത്തി തീർന്ന വിറക് കുറേ കൂടെ അടുപ്പിലേക്ക് തള്ളി വെക്കും. അതിനുശേഷം എന്ത് ചെയ്യും? വീണ്ടും വിറക് വെച്ച് ഒന്നുകൂടി ഊതും. ആ ഊതുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കത്താൻ. അങ്ങനെ തീ കത്തും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ ചാരമുണ്ടായിരുന്നു. പാപത്തിൻ്റെ ചാരം. ആ പാപത്തിൻ്റെ ചാരം മാറാൻ വേണ്ടി ഞാൻ ഉച്ചത്തിൽ എന്ത് ചെയ്തു? ഈശോയേന്ന് വിളിച്ചു. ഉച്ചത്തിൽ ഈശോയേന്ന് വിളിച്ചു. ഉച്ചത്തിൽ സ്തുതിച്ചു. ഉച്ചത്തിൽ വചനം വായിച്ചു. കൂദാശകൾ സ്വീകരിച്ചു. കുമ്പസാരിച്ചു. വിശുദ്ധ കുർബാന സ്വീകരിച്ചു. വചനം വായിച്ചു. പ്രാർത്ഥിച്ചു. നമ്മുടെ മാന്ത്രിക മുറിവുകളെല്ലാം പറഞ്ഞ് നമ്മൾ നല്ലതുപോലെ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇപ്പം നമ്മുടെ ഉള്ളിൽ തീയാണോ കനലാണോ അതോ അഗ്നിയായി ജ്വാലയായി ഉയരുന്നുണ്ടോ? ഉണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. ഇത് ഇനി ചാരം ഇടരുത്. ഇന്ന് നമ്മൾ വൈകുന്നേരം വീട്ടിൽ ചെന്നതിന് ശേഷം ആ ഉള്ളിലേക്ക് പിന്നെ ചാരം കൊണ്ട് ഇടരുത്. അത് ഏത് ചാരമാ? പാപത്തിൻ്റെ ചാരം, അഹങ്കാരത്തിൻ്റെ ചാരം, അശുദ്ധിയുടെ ചാരം. മുഴുവൻ സമയം മൊബൈൽ ഫോൺ കണ്ട് ഇരിക്കുന്ന ചാരം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കരുത്. അത് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി എൻ്റെ ജീവിതത്തിൽ ഉയർത്തണം. പരിശുദ്ധാത്മാവ് ദൈവമാണോ? അതെയോ? പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണെങ്കിൽ പരിശുദ്ധാത്മാവ് സർവശക്തനാണ്, സർവവ്യാപിയാണ്. പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം ഉണ്ട്? പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം ഉണ്ട്? എല്ലാ സ്ഥലത്തും പരിശുദ്ധാത്മാവുണ്ട്. ഇപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവുണ്ടോ? നമ്മുടെ ഉള്ളിലുണ്ടോ? ഈ അന്തരീക്ഷത്തിലുണ്ടോ? നമ്മുടെ ഭവനത്തിലുണ്ടോ? പരിശുദ്ധാത്മാവ് എല്ലാ സ്ഥലത്തുമുണ്ട്. പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ്. സങ്കീർത്തനം 139. സങ്കീർത്തനം 139. 1 തുടങ്ങിയുള്ള തിരുവചനം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 139 1 തുടങ്ങിയുള്ള തിരുവചനം പെട്ടെന്നൊന്ന് വായിക്കാം. അവിടെ എന്താ പറയുന്നത് നോക്കിക്കേ. സങ്കീർത്തനം 139 1 തുടങ്ങിയുള്ള തിരുവചനം എല്ലാവരും കൂടെ സ്വരം ഉയർത്തി വായിക്കാം. ഓരോരുത്തർ പുറത്താ പോരാ, എല്ലാവരും കൂടെ വായിച്ചേ. സങ്കീർത്തനം 139 കിട്ടിയോ? അതിൻ്റെ ഹെഡിങ് എങ്ങനെയാ? വലുതേരം ഉയർത്തി പറഞ്ഞ് എല്ലാം കാണുന്ന ദൈവം. ദൈവം എന്താ കാണുന്നത്? അവിടുന്ന് കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്കെൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാമിതം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്. ഞാൻ പ്രഭാതത്തിൽ ചിറക് വിരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ടെന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണ്. ഞാൻ ഇരിക്കുന്നതും നടക്കുന്നതും എല്ലാം ആർക്കറിയാം? പരിശുദ്ധാത്മാവിനറിയാം. എൻ്റെ ചലനങ്ങൾ പോലും ആരറിയുന്നു? പരിശുദ്ധാത്മാവ് അറിയുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനം. യോഹന്നാൻ 4:24 എഴുതിയിടാം. യോഹന്നാൻ 4:24 പറയുന്നു. എന്താ പറയുന്നത്? ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആരാ സത്യം? ആരാ? ഈശോ. ആത്മാവാരാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോടും ഈശോയോടും, അതായത് ദൈവത്തെ പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ ആരാധിക്കേണ്ടത് ത്രിയേക ദൈവത്തോട് ചേർന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉൾപ്പെടുത്തിയാണ് നമ്മൾ അവരെ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആത്മാവിൽ നമ്മുടെ ആത്മാവ് ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്, നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. സത്യമായ ഈശോയെ, സത്യമായ ദൈവത്തെ, സത്യമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവും കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഫസ്റ്റ് 2 കൊറിന്ത്യൻസ് 3-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം. 2 കൊറിന്ത്യൻസ് 3:18 വചനം എഴുതിയിടാം. 2 കൊറിന്ത്യൻസ് 3:18 വചനം പറയുന്നു, കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ വചനം എന്ന് പറയാമോ? കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞ്, കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ പേര് റോഷൻ ജോസഫ്. എനിക്ക് കുറേ വർഷമായിട്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ആരാധന ഇടയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ അതെല്ലാം മാറി. ഇപ്പം ശ്വാസം മുട്ടലൊട്ടും ഇല്ല? ഇല്ല. മരുന്നൊക്കെ കഴിച്ചിരുന്നാണോ? കഴിച്ചോണ്ടിരുന്ന. ഇവിടെ വന്നിട്ട് മരുന്നൊന്നും കഴിച്ചില്ല? ഇല്ല. വളരെ വർഷങ്ങളായിട്ടുള്ള ശ്വാസം മുട്ടലാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് മാറിയിരിക്കുന്നു. നല്ലപോലെ കരമടിച്ച് ചോദിക്കും നന്ദി പറയാം. കരങ്ങൾ അടിച്ച് കരങ്ങൾ ഉയർത്തി. എൻ്റെ പേര് ജോൺ. ഞാൻ വില്ലൂന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 2 ആഴ്ച മുമ്പ് ഇടവിട്ട് വൈറ്റ് വെയിൻ എടുക്കുമായിരുന്നു. അപ്പോൾ ആരാധന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പം വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ആരാധന കഴിഞ്ഞ് പിന്നെ എനിക്ക് വൈറ്റ് വെയിൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വയറ് സംബന്ധമായ രോഗം അത് പൂർണ്ണമായിട്ട് ഈശോ എടുത്തു. ആരാധന സമയത്ത് ഈശോ അത് എടുത്തു മാറ്റി അനുഗ്രഹിച്ചു. എൻ്റെ പേര് സിൻഡോ. ഞാൻ നാലുകോടിയിൽ നിന്ന് വരുന്നു. കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ വിയർപ്പുണ്ടായിരുന്നു. അത് സിസ്റ്ററിനോട് ഞാൻ പലതവണ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പം വിയർപ്പൊന്നും വരുന്നില്ല. കൈ ഇങ്ങനെ വേർതിരിക്കുമായിരുന്നു. അതെൻ്റെ എണ്ണ തന്നായിരുന്നോ കയ്യെ തൂക്കാൻ? ആ എണ്ണ തന്നു. അതനുസരിച്ച് എണ്ണ തൂത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കയ്യിൽ നിന്ന് ഉയർത്തി കാണിച്ച് വേർപ്പുണ്ടോ? ഉണ്ടോ? വേർപ്പുണ്ടോ? ഇപ്പോൾ ഒട്ടുമില്ല. ഇപ്പോൾ എത്ര വർഷമായതത്? 3 വർഷമായി. 3 വർഷമായിട്ടുള്ള രോഗമാണ്. അത് പൂർണ്ണ സൗഖ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചു. നല്ലൊരു കരമടി കൊടുത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. എൻ്റെ പേര് ജുവൽ. ഞാൻ തോട്ടയ്ക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് കുറച്ച് നാളായിട്ട് കണ്ണിന് അലർജി രോഗം ഉണ്ടായിരുന്നു. കണ്ണിന് അലർജി രോഗമുണ്ടായിരുന്നു. ഇവിടെ വന്ന് ആദ്യത്തെ ആരാധനയ്ക്ക് പ്രാർത്ഥിച്ച ഇതുവരെ എന്തായിരുന്നു ബുദ്ധിമുട്ട്? കണ്ണിന് കണ്ണ് മുഴുവൻ ചൊറിച്ചിലായിരുന്നു. എത്ര നാളായി തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. ഇവിടെ വന്നപ്പോൾ ചൊറിച്ചിലുണ്ടായിരുന്നോ? ഇവിടെ വന്നപ്പോൾ കണ്ണിന് നിരന്തരം ചൊറിച്ചിലായിരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ട്? ആദ്യത്തെ ദിവസം തന്നെ സുഖപ്പെട്ടു. അപ്പം ആരാധനയുടെ ആദ്യത്തെ ദിവസം തന്നെ കണ്ണിൻ്റെ ചൊറിച്ചിലെല്ലാം മാറി. കണ്ണിന് പുറമെ എണ്ണ തൂത്തായിരുന്നോ? ഇല്ല. ആരാധനയുടെ സമയത്താണ് ആ കണ്ണിൻ്റെ അലർജി രോഗം മാറിയത്. നല്ലപോലെ കരമടിച്ച് ശരിക്കും നന്ദി പറയാം.
എനിക്ക് കുറേ നാളായിട്ടും വർത്താനം പറയുമ്പോൾ ഒച്ചയടപ്പം വല്ലാതെ എനിക്ക് ജലദോഷമായിരുന്നു. സംസാരിക്കുമ്പോൾ ഒച്ചയെടുപ്പം ചങ്കിവേദനയും ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഉച്ചത്തിൽ സൂചിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇല്ല, എങ്കിൽ ഞാൻ ഇന്നലെ ആരാധനയിൽ എൻ്റെ ഈശോയ്ക്ക് ഞാൻ എന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഒച്ചയടപ്പം ഒന്നുമില്ലാതെ ഞാൻ കണ്ടോ, ഇന്നലെ ആരാധന സമയത്ത് പൂർണ്ണമായിട്ട് കൊച്ചിനെ അങ്ങ് വിട്ടുകൊടുത്തെന്ന്. വിട്ടുകൊടുത്തപ്പോൾ ഒച്ചയടപ്പം മാറി, അസ്വസ്ഥതയും മാറി. ഇപ്പം നല്ല സുഖം, ഒരു കുഴപ്പമില്ല. പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. ഈ കൊച്ചിനോട് ഈശോ പറഞ്ഞു കൊടുത്തു പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ. രോഗം വിട്ടുകൊടുത്തു, കയ്യിൽ വെച്ചില്ല. നല്ലപോലെ കാര്യം വേണ്ടി ഈശോയ്ക്ക് നന്ദി പറയാം. എൻ്റെ പേര് ജൂബി, ഞാൻ കുറിച്ചിന്ന് വരുന്നു. ഞാൻ ഇവിടെ വരുമ്പോഴേ എനിക്ക് നടുവേദന ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നേരത്തെ ഉള്ള നടുവേദനയാണോ? എത്ര വർഷമായി? ഒരു വർഷമായി. മരുന്നൊക്കെ എടുത്തിരുന്നു? ഇല്ല, മരുന്നൊന്നും വാങ്ങിയില്ല. നടുവേദന ഉണ്ടായിരുന്നു, ഒരു വർഷമായ നടുവേദനയാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നടുവേദനയൊക്കെ ഉള്ളവരെ ദൈവം തൊടാൻ പോവുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിശക്തമായി പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ എൻ്റെ വേദന പോയി. നടുവേദന ഉള്ളവരെ തൊടുന്നു, ഈശോ തൊടുന്നു എന്ന് പറഞ്ഞ ആ ക്ഷണം തന്നെ നടുവേദന മാറി. നല്ലപോലെ കാര്യം പഠിച്ചു. പേര് ബീന, ഞാൻ കൊടമാളൂരിൽ നിന്ന് വരുന്നു. എനിക്ക് കുറേ നാളായിട്ട് എൻ്റെ ഉള്ളംകൈ വേർപ്പുണ്ടായിരുന്നു. ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. സിസ്റ്റർ എൻ്റെ കയ്യിൽ ഒരു വിശുദ്ധ തൈലം ഒഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയുടെ ഉള്ളംകൈയിലെ വേർപ്പ് പൂർണ്ണമായി മാറി തന്നു. അത് കുറേ വർഷങ്ങളായിട്ടുള്ളതാണോ? ഓർമ്മ വെച്ചപ്പോൾ തുടങ്ങി? എനിക്ക് പേടി വരുമ്പോഴായിരുന്നു എൻ്റെ കൈ മുഴുവൻ വേർക്കുന്നത്. പരീക്ഷയ്ക്കിരിക്കുമ്പോൾ ടെൻഷൻ കൂടുമ്പോൾ എൻ്റെ പേപ്പറെല്ലാം നനഞ്ഞു പോവുമായിരുന്നു. കണ്ടോ, കുറേ വർഷങ്ങളായി കൈ രണ്ടും ഇങ്ങനെ വേർക്കും. അത് ടെൻഷൻ വരുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം വെഞ്ചരിച്ച എണ്ണ പൂശി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചു. ആരാ സൗഖ്യം തന്നത്? ഈശോയാണ്. നല്ലപോലെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. എൻ്റെ പേര് അലീന. ഞാനൊരു ദിവസം മുട്ടിന്മേൽ നീന്തിയപ്പോൾ എൻ്റെ മുട്ടിന് ഭയങ്കര വേദന. അത് എത്ര നാളായി മുട്ടുമേ നീന്തിയിട്ട്? അല്ല, ദുഃഖവെള്ളിയാഴ്ച മുട്ടിന്മേൽ നീന്തിയപ്പോൾ എൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ ആരാധനയുടെ സമയത്ത് ഇവിടെ മുട്ടുകുത്തിയപ്പോൾ എൻ്റെ വേദന പൂർണ്ണമായും മാറി. ആരാധനയുടെ സമയത്ത് മുട്ടുകുത്തിയപ്പോൾ ആ വേദന പൂർണ്ണമായിട്ടും മാറി. ഇപ്പോൾ മുട്ടുകുത്തുന്നതിന് വല്ല വിഷമമുണ്ടോ? ഒന്ന് മുട്ടുകുത്തിക്ക്. അത് മുട്ടുകുത്തുന്നതിന് ഒരു കുഴപ്പമില്ല. വലതുകരം ഉയർത്തിയൊരു കാലിരിയ പറയാമോ? ശക്തിയോടെ. അപ്പോൾ ഒരെണ്ണോടെ ഉണ്ട്. എൻ്റെ ഉള്ളംകൈ, എൻ്റെ ശരീരമൊക്കെ എപ്പോഴും വേർക്കുമായിരുന്നു. ടെൻഷൻ കാരണം ഇവിടെ വന്നിട്ട് എനിക്ക് കുറഞ്ഞു. അതായത് ഉള്ളംകൈ ശരീരം മുഴുവൻ എപ്പോഴും ഇങ്ങനെ വേർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആ വേർപ്പെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി ഈശോ അനുഗ്രഹിച്ചു. നല്ലൊരു കൈയടി കൊടുത്ത ഈശോയ്ക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് നിധിയ, ഞാൻ കുറിച്ചിന്നായിരുന്നു. എനിക്ക് ഒരു വർഷമായിട്ട് ഭയങ്കര അതികഠിനമായ തലവേദനയായിരുന്നു. അതികഠിനമായ തലവേദന ഒരു വർഷമായിട്ട് ആശുപത്രി കാണിച്ച മൈഗ്രെയിൻ്റെ തുടക്കമെന്ന് പറഞ്ഞു. ചെവിക്കകത്തുമെല്ലാം നല്ല ഭയങ്കര വേദനയായിരുന്നു. ചെവിക്കകത്ത് വേദന, മൈഗ്രെയിൻ്റെ തുടക്കം, അത് നല്ല ശക്തമായ വേദന. ഇപ്പോഴെങ്ങനെയുണ്ട്? ഇന്നലെ ആരാധനയുടെ ടൈമിൽ ഞാൻ ഈശോയോട് നന്നായിട്ട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്നലെ എൻ്റെ ഇവിടെ ഈ ഞരമ്പിന് വരെ എനിക്ക് ഇന്നലെ ഭയങ്കര വേദന. ഈ ഞരമ്പിന് വരെ വേദനയായിരുന്നു ഇന്നലെ ആരാധന സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നാ സംഭവിച്ചു? ഇന്നലെ ഞാൻ കിടന്ന് നേരത്തെ ഇവിടെ കുരിശ് വരച്ചിട്ട് ഞാൻ കിടന്നു. രാവിലെ എഴുന്നേറ്റ് ഇത്ര നേരമായിട്ട് എനിക്ക് തലവേദന. ഇത്ര സമയമായിട്ടും ഒരു വേദനയുമില്ല. സൗഖ്യം കൊടുത്തു.